അങ്ങനെ ഗൈസ് ദേ നമ്മുടെ കാവടിയാട്ടക്കാരിവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എനിക്കൊന്ന് ആദ്യം എത്തിയത് കാവടിയാട്ടക്കാരാന്ന് തോന്നുന്നു കേട്ടോ. ഇവർ നേരെ വന്ന് ഇപ്പോൾ ഗ്രൗണ്ടിൽ ഇറങ്ങും. അപ്പോൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും പരിപാടിയും. അപ്പോൾ ഇതിൻ്റെ പുറകെ വരുന്നത് ചെണ്ടമേളക്കാരാണ് കേട്ടോ. മേളക്കാർ ഓരോ സെറ്റായിട്ടാണ്. എനിക്ക് തോന്നുന്നു മറ്റേ ബാൻഡ് സെറ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറേ രൂപങ്ങൾ ഇങ്ങനെ വരുന്നത്, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളിരിക്കുന്നത് ആ സ്ഥലം ഒഴിച്ച് ആ കാവടിയാട്ടം നടക്കുന്നതിൻ്റെ പുറകുവശത്തും അമ്പലത്തിൻ്റെ ആ മേൽവശത്തെല്ലാം ഭയങ്കര ആൾക്കാരായിരുന്നു. ഞങ്ങൾ വിചാരിച്ച മഴയൊക്കെ പെയ്യുമായിരിക്കുന്നു, കാരണം നല്ല കാറ്റും നല്ല മിന്നലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മഴ പെയ്തില്ല ഗൈസ്. പരിപാടിയെല്ലാം കഴിഞ്ഞ് രാത്രി 10 മണിക്കാണ് മഴ പെയ്തത്. അപ്പോൾ ഇതിൻ്റെ പുറകെയാണ് ബാക്കി മേളക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആകെ അങ്ങോട്ട് കിട്ടിയ അവസരം മൊത്തം അങ്ങോട്ട് ആടി തിമിർത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എൻ്റെ പൊന്നെ, കുഞ്ഞു പിള്ളേരോ വലിയ പിള്ളേരോ അല്ലെങ്കിൽ ചേട്ടന്മാർ ചേച്ചിമാർ അമ്മമാർ അങ്ങനത്തെ ഒരു ഇതും ഇല്ലെന്ന്, എല്ലാവരും അവസാനം ഭയങ്കര വൈബായിരുന്നു കേട്ടോ. പാട്ടിനൊത്ത് ഭയങ്കര വൈബായിരുന്നു. ഈ ഗ്രൗണ്ടിൻ്റെ അവിടെയും അതുപോലെ തന്നെ ആ സൈഡ് വശത്ത് ആ പോസ്റ്റിൻ്റെ ഈ അമ്പലത്തിൻ്റെ ഈ സൈഡുണ്ടല്ലോ, ഈ ആൽമരത്തിൻ്റെ അപ്പുറത്തെ വശത്ത് അവിടെയായിരുന്നു മറ്റേ ഈ ചെറിയൊരു അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ ഫുള്ള് ക്രൗഡായിരുന്നു. അവിടെ ഇപ്പോൾ ഇത് വരും, ഒരു പാട്ടൊക്കെ വെച്ചിട്ടുള്ളൊരു സെറ്റ് അങ്ങോട്ട് വരും. എൻ്റെ പൊന്നെ, എന്താ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഇവിടെ ഇട്ട പാട്ടെന്ന് പറയുമ്പോൾ മണിച്ചേട്ടൻ്റെ പാട്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഡാൻസായിരുന്നു. പിള്ളേരെല്ലാം കൂടെ ഒരു രക്ഷയില്ലായിരുന്നു. അതിനുശേഷം കറക്റ്റ് 8 മണി 8:30 പ്രസാദ വീട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നമ്മൾ പ്രസാദ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ ഇവിടെ ഇവരുടെ കൈകൊട്ടിക്കളിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഇവരുടേത് ഇവിടെ ഗ്രൗണ്ടിലും പിന്നെ വേറൊരു ബാച്ച് ഉണ്ടായിരുന്നു. അവരുടേത് എനിക്ക് അമ്പലത്തിൽ വെച്ചിട്ടാണ്. അമ്പലത്തിനകത്ത് പിന്നെ കയറിപ്പോയില്ല, നമ്മൾ ഇവിടെ തന്നെ ഇരുന്നു. ഈ വെച്ചിരിക്കുന്ന ബോക്സിൻ്റെ അടുത്തായിരുന്നു. എൻ്റെ പൊന്നെ, എന്ത് ക്രൗഡായിരുന്നു അറിയോ. ഒരു രക്ഷയില്ലാത്ത ക്രൗഡായിരുന്നു. അവിടെ ഭയങ്കര പാട്ടും മേളമായിരുന്നു. അതുപോലെ തന്നെ ഈ സെറ്റെല്ലാം ഗ്രൗണ്ടിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ആളെല്ലാവരും ഗ്രൗണ്ടിലോട്ടങ്ങ് ഇറങ്ങി. പിന്നെ ഇവിടെ നടന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ